ഇവിടെ ഗൾഫിൽ ജീവിക്കുമ്പോൾ അധ്വാനിച്ചവനിക്ക് ഗുണമുണ്ട്. ആദ്യം അധ്വാനിക്കണം, സത്യസന്ധത ജീവിതം. 2 ദിവസം മുമ്പ് ഒരു പരിപാടി ഞാൻ പറഞ്ഞു, ദഫ് ഏതായാലും റാലി നമ്മൾ പോകുന്നുണ്ടല്ലോ, റാലി പോകുന്ന സമയത്ത് റാലിൻ്റെ കൂടെ നമ്മുടെ ഈ ദഫിൻ്റെ ടീമും കൂടെ പോകണം. അപ്പം ഒരാൾ പറഞ്ഞു അതൊന്നും വലിയ ലക്ഷസല്ല, കാരണം അനുവദനീയമല്ല. ഞാൻ പറഞ്ഞു എന്താ അനുവദനീയമില്ല, നമ്മൾ ദഫ് നമ്മൾ ഞാതെ കുട്ടികൾ പോകുന്ന അതിൻ്റെ മുമ്പിൽ നമ്മൾ പോകുന്നു. അങ്ങനെ ഞങ്ങളുടെ ഒരു തീരുമാനം ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെ അൽഹംദുലില്ലാ ജീവിതം നമ്മളെ സമയം നമ്മൾ കഴിയുന്ന ഈ 45 കൊല്ലം ഇവിടെ ഉണ്ടെങ്കിലും വെറുതെ സമയം കളഞ്ഞില്ല. നമ്മളൊക്കെ JDT അസനാജി എല്ലാ വർഷവും മക്കത്തേക്ക് പോകുമായിരുന്നു. അപ്പോൾ ഞാനുണ്ടാവും കൂടെ. ഈ പഴയ കാലത്തേക്ക് പോയി 79-ലെ UAE ഇപ്പോൾ നിങ്ങളുടെ മുന്നിലാണല്ലോ ദുബായ് സിറ്റി ഇങ്ങനെ ഉയർന്നു വന്നത്. അവരുടെ സ്വർഗ്ഗപുന്ത കൊടുക്കട്ടെ, കാരണം അത്രയും ഈ നാടിനോട് കൂറ് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ പുരോഗതിയാണിത്. പിന്നെ എല്ലാ വർഷത്തിലും മക്കത്ത് പോവാം. ഏവർക്കും സ്വാഗതം. ജനാബ് TKC അബ്ദുൽ ഖാദർ ഹാജിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ദുബായ് സുന്നി സെന്ററിന്റെ ഉപാധ്യക്ഷനും അതുപോലെ അക്കാദമിക് കൗൺസിൽ അധ്യക്ഷനും അതോടൊപ്പം തന്നെ വ്യവസായ മേഖലയിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു ഉന്നത വ്യക്തിത്വമാണ് അദ്ദേഹവുമായാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. 1979 മുതൽ UAE-യിൽ പ്രവാസ ജീവിതത്തിലുണ്ട്. ഇവിടുത്തെ അറിയപ്പെടുന്ന പ്രവാസി, അതിനേക്കാളും ഏറെ തൻ്റെ പ്രവാസ ജീവിതം മറ്റുള്ളവർക്ക് കൂടി സമർപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വം എന്ന് അടയാളപ്പെടുത്താം. അപ്പോൾ ഇത്രയും നാളത്തെ ഈ 45 വർഷത്തെ പ്രവാസ ജീവിതത്തെ ഹാജി സാഹിബ് എങ്ങനെ കാണുന്നു? അതോടൊപ്പം 53 വർഷമായി ഇപ്പോൾ UAE ആഘോഷിക്കുകയാണ് ദേശീയ ദിനം. ഈ 2 സംഗതിയെ സ്വന്തം ജീവിതത്തിൽ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ ഒരു വ്യക്തിത്വം എന്ന നിലയിൽ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇവിടെ ഗൾഫിൽ ജീവിക്കുമ്പോൾ അധ്വാനിച്ചവനിക്ക് ഗുണമുണ്ട്. ആദ്യം അധ്വാനിക്കണം, സത്യസന്ധത ജീവിതം സത്യസന്ധതയിൽ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എവിടെയും വിജയമാണ്. അനവധി ആളുമായിട്ടും പല മേഖലയായിട്ടും ബന്ധപ്പെടാൻ പറ്റിയ ഒരു അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ പല മേഖലയിൽ ബിസിനസ്സുപരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ ഈ സത്യസന്ധത കീപ്പ് ചെയ്യുന്നില്ല. നമ്മളെല്ലാം 79 വന്നിട്ട് ഒരു ചെറിയ ഗ്രോസറിയിലാണ് ജോലിക്കുണ്ടായത്. നമ്മളൊരു കാരണവരുടെ മകൻ ഇവിടെ അവർ 600 ദിറംസിന് ശമ്പളത്തിന് ജോലി എടുക്കുമ്പോൾ അവിടെ ജോലി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അറബി നമ്മളോട് ഇഷ്ടപ്പെട്ടു, അറബിക്ക് ഭയങ്കര താല്പര്യം തോന്നി. അറബി ആ ഗ്രോസറി എടുത്തു എനിക്ക് തന്നു. ഞങ്ങൾ 2 പേരും കൂടി പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് പോയി. കുറച്ച് നാൾ കഴിഞ്ഞ പിന്നെ അദ്ദേഹം പറഞ്ഞു വേണ്ട, ഇനി അബ്ദുൽ ഖാദർ തന്നെ നടത്തിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 82 വരെ ഇങ്ങനെ ബിസിനസ്സിൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടായി. 82-ന് ശേഷം പിന്നെ ഞാൻ എൻ്റെ ദാമ്പത്യ ജീവിതത്തിലേക്ക് തുടക്കം കുറിച്ചു 83-ൽ. അപ്പം നാട്ടിൽ ഈ അനാചാരങ്ങൾ കുറേ കൂടുതലാണല്ലോ. ഈ കല്യാണ സദസ്സിൽ ഭയങ്കര അനാചാരം നടക്കും. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ പ്രത്യേകിച്ചിട്ടുണ്ട്, കാസർഗോഡ് ചെറുവത്തൂരാണ് ഞാൻ, വളരെ കൂടുതലാണ് അനാചാരം. അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ മനസ്സിലാക്കി, ഞാൻ പറഞ്ഞു വേണ്ട, ഈ അനാചാരത്തിൽ നിന്ന് ഒഴിവാൻ വേണ്ടിയിട്ട് ഞാനൊരു അനാഥാലയത്തിൽ കല്യാണം കഴിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ കോഴിക്കോട് JDT അനാഥാലയത്തിൽ പോയിട്ട് 1983 മാർച്ച് 4-ാം തീയതി അവിടെ പോയിട്ട് അവിടുത്തെ സെക്രട്ടറി KP അസനാജി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് പറഞ്ഞു, എൻ്റെ നാട്ടിലെ പ്രമുഖന്മാരെയും കൊണ്ടാണ് പോയത്. ഞാൻ എൻ്റെ ഉമ്മയും എൻ്റെ പെങ്ങളും, എൻ്റെ ഉപ്പയും എൻ്റെ പെങ്ങളും പോയി അവിടെ പോയി സംസാരിച്ചു. ഒരു പെൺകുട്ടിനെ കണ്ടു. 1000 ചില്ലറ പെൺകുട്ടി ഉണ്ടായിരുന്നു അവിടെ. അതിൽ ഒരു പെൺകുട്ടീനെ തിരഞ്ഞെടുത്തിട്ട് അപ്പം തന്നെ അന്ന് തന്നെ നിക്കാഹും കഴിഞ്ഞു. ഞങ്ങൾ നാട്ടിലേക്ക് വന്നു. അൽഹംദുലില്ലാ വളരെ സന്തോഷമായിട്ട് ഇപ്പം 42ാമത്തെ ദാമ്പത്യ ജീവിതം തുടങ്ങുമ്പോൾ 3 മക്കളുണ്ട്. മൂത്ത മകനാണ്, മോൻ്റെ കല്യാണം കഴിഞ്ഞു. 2 പെൺകുട്ടികളാണ്. ഒന്ന് ഷംസുദ്ദീൻ മൂത്ത മകൻ, 2ാമത്തെ മകൾ ആയിഷയാണ്, 3ാമത്തത് അമീനാണ്. 2 പേരുടെ കല്യാണം കഴിഞ്ഞു. ഇനി ഒരു മകൾ കല്യാണത്തിന് ഇപ്പം ഇന്റേൺഷിപ്പ് പഠിച്ചുകൊണ്ടിരിക്കുന്നു ഷാർജ എയർപോർട്ടിൽ. അപ്പോൾ ഈ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഇടയിൽ പല അനുഭവങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പോൾ പല ആൾക്കാരും എന്നെ കണ്ടിട്ട് എന്നോട് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്കും ഇങ്ങനെ അനാഥാലയത്തിൽ കല്യാണം കഴിക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ ലെറ്റർ കൊടുത്തിട്ട് അവിടുന്ന് കല്യാണം കഴിച്ച ചരിത്രങ്ങളിലുണ്ട്. പക്ഷെ അത് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരവർ സ്വന്തം തന്നെ പരിശ്രമിക്കൊണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയതിൽ. പിന്നെ മാതാപിതാക്കൾ പറഞ്ഞിട്ടോ കുടുംബക്കാർ പറഞ്ഞതിനെ കൊണ്ടൊന്നും ദാമ്പത്യ ജീവിതം അനാഥാലയത്തിൽ നിന്ന് കഴിച്ചാൽ വിജയിക്കില്ല, അനുഭവമാണ്. അതേസമയം നമ്മൾ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കുക, ആ തീരുമാനമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കുന്നതിന് തെളിവാണ് ഞാൻ വിജയിപ്പിച്ചു. അൽഹംദുലില്ലാ ഞാൻ 85 തന്നെ എൻ്റെ മകനെ പ്രസവിച്ച ഉടനെ തന്നെ വൈഫിനെ ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്ന ഉടനെ തന്നെ ഞങ്ങൾ സുഖമായിട്ട് ഇന്നും സുഖമായിട്ട് 41 ഇപ്പം 41ാം വാർഷികം ഞാൻ വിവാഹ വാർഷികം JDT അനാഥാലയത്തിൽ വെച്ചിട്ട് 40 പെണ്ണുങ്ങൾക്ക് കുടുംബത്തിന് സഹായിക്കുകയും
അവിടെ 800 ആയിരക്കണക്കിന് കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തിട്ടാണ് ഞാൻ 40-ാം വർഷം ആദ്യമായിട്ട് എൻ്റെ വിവാഹ വാർഷികം കൊണ്ടാടുന്നത് JDT അനാഥാലയത്തിൽ വെച്ചിട്ടാണ്. അതെല്ലാം ഒരു ഇതാണ്, അങ്ങനെ ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള അതിൻ്റെ ഇടയിൽ ഞാൻ പല മേഖലയിലും സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. നാട്ടിലാണെങ്കിൽ SYSൻ്റെ മേഖല പ്രസിഡൻ്റാണ്, SMUFൻ്റെ കൗൺസിലറാണ്, സ്റ്റേറ്റ് കൗൺസിലറാണ്, ജില്ലാ മെമ്പറാണ്. ഇങ്ങനെയെല്ലാം ഇരിക്കുമ്പോൾ ദുബൈയിൽ 90-90 തന്നെ ഞാൻ ദുബൈ സുന്നി സെൻറ്ററുമായിട്ടും KMCC ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ KMCCൻ്റെ ജില്ലാ പ്രസിഡൻ്റായിട്ടുണ്ടായിരുന്നു 99 കാസർഗോഡ് ജില്ലാ പ്രസിഡൻ്റായിട്ട്, സ്റ്റേറ്റ് വർക്കിംഗ് പ്രസിഡൻ്റായിട്ടുണ്ടായിരുന്നു, പിന്നെ കേന്ദ്ര വൈസ് കമ്മിറ്റിയിലുണ്ടായിരുന്നു. അപ്പോൾ ഈ സുന്നി സെൻറ്ററുമായിട്ട് 89-90 തന്നെ ബന്ധപ്പെട്ടപ്പോൾ അവിടെ ഒരു മദ്രസ വേണമെന്നുള്ള ആശയം ഞാനും നമ്മുടെ മരിച്ചുപോയ മർഹൂം കോയമത്തങ്ങളുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഞങ്ങൾ 4 കുട്ടികളെ കൊണ്ട് മദ്രസ തുടങ്ങി. എൻ്റെ 2 മക്കളും കോയമത്തങ്ങളെ. അത് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഇന്ന് 1600 പരം കുട്ടികളായിട്ടുള്ള മദ്രസ നന്നായിട്ട് പോകുന്നുണ്ട്. അന്ന് മുതലേ വൈസ് പ്രസിഡൻ്റാണ്, ഇന്നും ഉണ്ട്. അപ്പോൾ ഈ പല മേഖലയിലും നാട്ടിലാണെങ്കിൽ നമ്മുടെ നാട്ടിൽ 600 വീടുള്ള ഒരു മഹലുണ്ട്, അവിടുത്തെ മുത്തവല്ലിയാണ് ഞാൻ. ആ മുത്തവല്ലി സ്ഥാനം കൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിലാണുള്ളത്. അതേപോലെ മറ്റേ കാടങ്കോട് ജമാഅത്ത് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തൊട്ടടുത്ത് അവിടുത്തെ പ്രസിഡൻ്റായിട്ടുണ്ടായിരുന്നു. ഇപ്പം ബദർ ജമാഅത്തിൻ്റെ പ്രസിഡൻ്റാണ്. അതിനിപ്പുറം വേറൊരു പള്ളിയുണ്ട്, വൈസ് പ്രസിഡൻ്റാണ് അവിടെ. പിന്നെ എൻ്റെ അറബിനെ കൊണ്ട് ഒരു 9 പള്ളിയോളം എനിക്ക് നമ്മുടെ കേരളത്തിൽ അടുപ്പിച്ച 6 എൻ്റെ പഞ്ചായത്തിലാണ്, 3 കോഴിക്കോടും ആയിട്ടെല്ലാണ്. അപ്പോൾ അങ്ങനെ അൽഹംദുലില്ലാ ജീവിതം നമ്മൾ കഴിയുന്ന ഈ 45 കൊല്ലം ഇവിടെ ഉണ്ടെങ്കിലും വെറുതെ സമയം കളഞ്ഞില്ല. കഴിയുന്ന സമയത്ത് പാവങ്ങളെ സഹായിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ നല്ലൊരു അനവധി ആൾക്കാർ സ്ഥിരമായിട്ട് വരുന്ന കുറേ മെമ്പർമാരുണ്ട്, സ്ഥിരമായിട്ട് നമ്മൾ സഹായിച്ചുകൊണ്ടേയിരിക്കുന്നത്. 10-28ഓളം കുടുംബങ്ങളെ ഞാൻ മാസത്തിൽ റേഷൻ കൊടുത്തിട്ട് 30 വർഷമായിട്ടുണ്ട്. ഒരു 2500 ആൾക്കാർക്ക് ഭക്ഷണം കിറ്റ് എല്ലാ റമദാൻ 25 കൊടുക്കും. അതിപ്പോഴും നിലനിന്ന് പോകുന്നുണ്ട്. ഇനി നിലനിർത്താൻ വേണ്ടി പടച്ചവനോട് ദുആ ചെയ്യുന്നുണ്ട്. മരിക്കുന്നത് വരെ കൊടുക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അത് പടച്ചവനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കൊടുത്തപ്പോൾ ഞാനിങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നു, ഇത് കൊടുക്കുന്നതിനെ കൊണ്ട് ഇന്ന് നമുക്ക് കുറവില്ല. ഞാനൊരു ഗ്രോസറി ആയിരുന്നു, സത്യത്തിൽ ഒരു ഗ്രോസറി 600 രൂപൻ്റെ 110 രൂപേൻ്റെ കച്ചവടം ചെയ്ത ഗ്രോസറി, 2500, 3000, 4000 രൂപേൻ്റെ ഗ്രോസറി. ഈ ഗ്രോസറിയിൽ നിന്നാണ് ഇതെല്ലാം നേടാൻ കഴിയുന്നത്. അനവധി ഷോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഗുരുവായൂരായിട്ടും തൃശ്ശൂരായിട്ടും കോഴിക്കോടായിട്ടും പല സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും കുറേ പണത്തോട് കളിച്ചിട്ടുണ്ടെങ്കിൽ അല്ല ഈ ഒരു ഗ്രോസറിയാണ്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് സത്യസന്ധതയിലും നേരെ കളിക്കുന്നുണ്ടെങ്കിലും വിജയിക്കാൻ പറ്റുന്ന ഒരു മേഖലയായിട്ടാണ് ഗൾഫ്. ഞാൻ അഭിനന്ദിക്കുകയാണ്. ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യാണ്. ഇവിടുത്തെ ഭരണാധികാരികൾ നമ്മളോട് കാണിക്കുന്ന കൂറ്, കാരണം പല പ്രാവശ്യമായിട്ടും ലേബറായിട്ടും എമിഗ്രേഷനായിട്ടും ഡിപ്പാർട്ട്മെൻറ്റിലായിട്ടും എനിക്ക് കയറി ചെല്ലാൻ വേണ്ടി അവസരം കിട്ടിയിട്ടുണ്ട്. അവർക്കൊരു സൈഫർ കുറിയറിൻ്റെ അടുത്തേക്ക് ഞാൻ പോയിട്ടുണ്ട്. അപ്പം അവിടെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇതുണ്ടല്ലോ, നമ്മൾ ആ സത്യസന്ധതൻ്റെ വിജയമാണ് കാണുന്നത്. നമുക്ക് JDT അസനാജി എല്ലാ വർഷവും മക്കത്തേക്ക് പോകുമല്ലോ. അപ്പോൾ ഞാനുണ്ടാവും കൂടെ. അപ്പോൾ എന്നോട് ക്യാബത്തിൻ്റെ അടുത്തേക്ക് അദ്ദേഹം പോകും. 30 പ്രാവശ്യമാണ് ക്യാബത്തിനകത്ത്, 32 പ്രാവശ്യം ക്യാബത്തിൻ്റെ അകത്ത് കയറിയാണ്. അവിടെ വെച്ചിട്ട് ദുആ ചെയ്യുമ്പോൾ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഉള്ളതിനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം കിട്ടിയിട്ടുണ്ട്. എന്തെല്ലാമോ അള്ളാഹുവിനോട് ചോദിച്ചിട്ടുണ്ട്, അതെല്ലാം അള്ളാഹു തന്നിട്ടുണ്ട്. ഇന്നും വളരെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതവും അതേപോലെ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ എന്തെല്ലാം എൻ്റെ കയ്യിൽ കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം മറ്റു പാവങ്ങളെ സഹായിക്കുന്നതിനെ കൊണ്ട് എൻ്റെ മുതലിൽ നിന്ന് ഒരു കുറവ് ഇന്ന് വരെ വന്നിട്ടില്ല. അതാണ് ആകെ എൻ്റെ മുതലിൽ നിന്ന് ഇതുവരെ കൊടുത്തിട്ട് കുറഞ്ഞ ചരിത്രത്തിൽ അനവധി ആൾക്കാർക്ക് വീടെടുത്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്, കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്, പല സഹായങ്ങളും നമ്മൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇതിനെക്കൊണ്ട് ചില ആൾക്കാർ പറയുന്നുണ്ടല്ലോ കൊടുത്തിട്ട് കുറഞ്ഞു പോകും. പടച്ചവൻ എൻ്റെ അനുഭവത്തിൽ കൊടുത്തതിന് അത്ര എനിക്ക് പടച്ചവൻ തന്നിട്ടേ ചരിത്രമേ ഉള്ളൂ. അല്ലാഹു ഇതുവരെ മരിക്കുന്നതുവരെ നിലനിർത്തണമെന്നൊരു ആഗ്രഹമുണ്ട്. അതുപോലെ ഈ ഇപ്പോൾ നമ്മളെ UAE ഈദുൽ ഇത്തിഹാദ് ആഘോഷത്തിന്റെ ഭാഗമായിട്ട് സുന്നി സെന്ററിന്റെ വൈസ് പ്രസിഡന്റ് കൂടെ ആയിട്ടുള്ള അക്കാഡമിക് ചെയർമാൻ കൂടിയാണ്. അപ്പോൾ ഒരു ദഫ് പരിപാടികൾക്ക് നേതൃത്വം കൊടുത്തതും ഒരു കലാപരമായിട്ടുള്ള ഒരു ശരിയായ രീതിയിലുള്ള ഒരു കലയെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു രംഗം കൂടി ആയിരുന്നു. അതൊരു പിന്നെന്താ പറയുക, നമ്മുടെ ചെറുപ്പകാലങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ഗൃഹാതുരസ്മരണ മനസ്സിൽ നിലനിർത്തുന്നത് കൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളോട് ഇപ്പോഴും തന്നെ ഒരു ആവേശമുണ്ട് എന്നുള്ളതിന്റെ ഒരു എങ്ങനെയാണ് ആ ഒരു പ്രോഗ്രാം ഉണ്ടായത്, എന്താണ് അതിന്റെ ദുബൈ സുന്നി സെന്ററിന്റെ മീറ്റിംഗ് കൂടി, നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റി കൂടിയപ്പം ഇത് എങ്ങനെ മൂടി പിടിപ്പിക്കണമെന്നുള്ള ചോദ്യം
അധ്യക്ഷ ഭാഗത്തു നിന്ന് വന്നു. നമുക്ക് എങ്ങനെയെല്ലാം മൂടി കൊടുക്കുക. ഞാൻ പറഞ്ഞു എല്ലാവരും ഉഷാറാക്കിയിട്ട് നടത്തുന്നുണ്ട്, മറ്റ് ഗ്രൂപ്പുകളും കാര്യങ്ങളെല്ലാം നമുക്കും അതേപോലെ ഉഷാറായിക്കൂടെ എന്നുള്ളൊരു ചോദ്യം വന്നു. അപ്പോൾ പറഞ്ഞു എന്താ ടി കെ സി ഉദ്ദേശിക്കുന്നത്, എങ്ങനെ? ഞാൻ പറഞ്ഞു പലതും ചെയ്യാം, നമുക്ക് 2 കൂത്തറിനെല്ലാം വെച്ച് നല്ല ഒരു റാലി നമുക്ക് റോട്ടിലേക്ക് വെച്ച് നടത്താം. പെർമിഷൻ കിട്ടും, ഗവൺമെൻറ് അനുവദിക്കുന്നത്, കാരണം നാഷണൽ ഡേ അല്ലേ. അങ്ങനെ ഞാൻ 2 കൂത്തറിനെല്ലാം ഏൽപ്പിക്കുകയും പറഞ്ഞു അതിന് പ്രത്യേക ഒരു മോഡ് പിടിപ്പിക്കാൻ വേണ്ടി എൻ്റെ മനസ്സിനോടൊരു ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അവിടുത്തെ കമ്മിറ്റി അംഗങ്ങളെല്ലാവരും കൂടി എന്താ ടി കെ ഞാൻ പറഞ്ഞു നമുക്കൊരു ദഫ്, ഇതുവരെ കുട്ടികളുടെ ദഫാണ് നമ്മൾ കണ്ടത്, പ്രായമുള്ള ആൾക്കാരുടെ ദഫ് കുട്ടികൾ കാണട്ടെ, അത് നിങ്ങൾ ഞാൻ പറഞ്ഞു ഞാൻ ഏറ്റെടുത്ത ഉത്തരവാദിത്തം. അങ്ങനെ ഞാൻ ഒരു ഗ്രൂപ്പാക്കിയിട്ട് 12 ആൾക്കാരോട് ചോദിച്ചു നിങ്ങൾക്ക് എൻ്റെ കൂടെ കളിക്കാൻ പറ്റുമോ? ഞാൻ കളിക്കാം. അപ്പോൾ എനിക്ക് വലിയ പരിചയമൊന്നുമില്ല, ഞാനങ്ങനെ ഇതില്ല, കല വലിയ വാസനയാണ്, കലയോട് വലിയ കൂറാണ്. എവിടെ കല ദഫുണ്ടെങ്കിൽ അവിടെ പോയി നിൽക്കും, ഫുട്ബോൾ കളിക്കുന്നിടത്ത് പോയി നിൽക്കും, ക്രിക്കറ്റ് പോയി കളിക്കുന്നിടത്തും പലതും. ഇവിടെ യു എയിൽ വരെ ഞാൻ ക്രിക്കറ്റിൽ കളിക്കുന്ന കൂട്ടത്തിൽ പോയിട്ട് കളിക്കാൻ ഇതാക്കാനും നിൽക്കും. അപ്പോൾ കലയോട് വലിയ കൂറുകളായതുകൊണ്ട് നമ്മൾ ആയിക്കോട്ടെ. നമുക്ക് ഞാൻ ഒരു 3-ാം തീയതിയാണല്ലോ നമ്മൾ 2-ാം തീയതി പരിപാടി, 29, 30, 31-ാം തീയതി ഈ 3 ദിവസം ഒരു അരച്ച മണിക്കൂർ ഇവരെ വിളിച്ച് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഒരാളെ വിളിച്ച് അദ്ദേഹം ട്രെയിനിങ് തന്നു. അദ്ദേഹത്തിൻ്റെ പേര് റഫീഖ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം വന്ന് ഞങ്ങൾക്ക് ട്രെയിനിങ് തന്നു. അങ്ങനെ ആ അരച്ച മണിക്കൂർ ട്രെയിനിങ് കഴിഞ്ഞിട്ട് അവസാനം ഞാൻ പറഞ്ഞു നമ്മൾ ദഫ്, അന്നേരം ഉദ്ദേശം ദഫ് ഞങ്ങൾ സ്റ്റേജിൽ കളിക്കാമെന്നാണ്. അപ്പോൾ 2 ദിവസം മുമ്പ് ഒരു പരിപാടി വെച്ചാൽ ഞാൻ പറഞ്ഞു ദഫ് ഏതായാലും റാലി നമ്മൾ പോകുന്നുണ്ടല്ലോ, റാലി പോകുന്ന സമയത്ത് റാലിൻ്റെ കൂടെ നമ്മുടെ ഈ ദഫിൻ്റെ ടീമും കൂടെ പോകണം. അപ്പം ഒരാൾ പറഞ്ഞു അതൊന്നും വലിയ ലക്ഷസല്ല, കാരണം അനുവദനീയമല്ല. ഞാൻ പറഞ്ഞു എന്താ അനുവദനീയമില്ല, നമ്മൾ ദഫ് നമ്മൾ ജാഥ കുട്ടികൾ പോകുന്നു അതിൻ്റെ മുമ്പിൽ നമ്മൾ പോകുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു തീരുമാനം ഉണ്ടാക്കി. അങ്ങനെ ഞങ്ങൾ 12 പേര് കൂടിയിട്ട് ദഫിൻ്റെ മുമ്പിലായിട്ട് തന്നെ കുതിരൻ്റെ ഇടയിൽ കൂടിയിട്ട് ഒരു ജാഥ നടത്തി. ആ ജാഥ എന്താണെന്ന് വെച്ചാൽ നല്ല വൈറലായി. ഇപ്പോൾ യൂട്യൂബിൽ അതെല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും നല്ല താല്പര്യത്തോട് കൂടിയിട്ട്, കാരണം നമ്മൾ നല്ല രീതിയിൽ നല്ല നമ്മൾ നാഷണൽ ഡേ വിജയിക്കണം, അതാണ് നമ്മൾ ഈ നാടിനോട് കണ്ടിരിക്കുന്ന കൂറ്, അതാണ് നമുക്ക് ഏറ്റവും വലിയ. കാരണം നാഷണൽ ഡേ 53-ാമത്തെ നമ്മളെ കൺമുമ്പിലാണ്. 53 പറഞ്ഞാൽ 45 കൊല്ലം നമ്മളായി. 6-8 കൊല്ലം മുമ്പാണ് ഇത് പിറവി വന്നത് തന്നെ നമുക്കറിയാം. 72-ൽ പിറവി വന്ന സമയത്ത്. അതിനുശേഷം നമ്മളെ കൂടെ ഇന്നുണ്ട്. നമ്മൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ മെഡിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി കഴിഞ്ഞാൽ അവർ നമ്മളെ കാണിക്കുന്ന സ്നേഹം നമ്മുടെ സത്യസന്ധതയാണ്. സത്യസന്ധത എത്ര കണ്ട് വിജയിപ്പിക്കാൻ പറ്റുന്നുണ്ടോ, അതുകൊണ്ട് ഇവിടുത്തെ അറബികൾക്കും അങ്ങനെ. ഞാൻ പല പ്രാവശ്യം പല കുട്ടികൾക്ക് ജോലി വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. 600 ദിർഹംസിന് ജോലി വാങ്ങിക്കൊടുത്ത ഒരു അറബിൻ്റെ കൂടെ ജോലി വാങ്ങിക്കൊടുത്തതിന് 6000 ദിർഹംസിന് ഇന്നും ശമ്പളത്തിന് ജോലി എടുക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അങ്ങനെയെല്ലാം ചരിത്രം നമുക്ക് നന്നായിട്ട് അറിയാം. അതെന്തുകൊണ്ടാണ് സത്യസന്ധത കീപ്പ് ചെയ്യുക. ഇത് ഇവർക്ക് വലിയ ഇഷ്ടമാണ്. എൻ്റെ ഒരു അറബി ഉണ്ടായിരുന്നു, വലിയൊരു അറബിയാണ്, നല്ല ആബിദ് എന്ന് പറയണം, അല്ലെങ്കിൽ സാലം ബുഗൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കപ്പയിൽ തന്നെ ഞാൻ 45 കൊല്ലവും അദ്ദേഹത്തിൻ്റെ കപ്പയിൽ. ഇപ്പോഴാണ് എൻ്റെ സ്വന്തം ലൈസൻസ് ആക്കിയത്. ഇപ്പോൾ 100% ലൈസൻസ് എൻ്റെതായി ഈ വർഷമാണ്, 2023. ഇതുവരെ ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ, ഞാൻ വന്നത് അദ്ദേഹത്തിൻ്റെ ലൈസൻസ് വിസയിലാണ്, ഞാൻ ഉണ്ടായതും അദ്ദേഹത്തിൻ്റെ വിസയിലാണ്. അപ്പോൾ ഈ 45 വർഷം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ അദ്ദേഹം പല കാര്യങ്ങളും എനിക്ക് ഉപദേശം തന്നിട്ടുണ്ട്, പല സഹായം എനിക്ക് തന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ബാക്ക് സപ്പോർട്ടാണ് ഞാൻ ഈ ഉയരത്തിലെത്തിയത്. കാരണം പല പ്രാവശ്യമായിട്ടും എനിക്ക് സാമ്പത്തികമായിട്ട് ഒരു വിഷമം ഇല്ലാതെ കണ്ട് അദ്ദേഹം എന്നെ കൊണ്ടുപോയിരുന്നു. എൻ്റെ മക്കൾക്ക് വേണ്ടുന്ന സാധനം കൊടുക്കുമായിരുന്നു, ടിക്കറ്റ് നാട്ടിലേക്ക് പോകുമ്പോഴത്തേക്ക്. അദ്ദേഹം അള്ളാഹു പടച്ചവൻ അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇതാണ് ഇവിടുത്തെ ഈ 53 വർഷം നമ്മൾ കൊണ്ടാടുമ്പോൾ ഈ 45 വർഷമായിട്ടും UAE കൂറ് ഞാൻ എപ്പോഴും കാണിക്കും. എല്ലാ പ്രാവശ്യവും ഞങ്ങൾക്ക് എല്ലാ ഗൾഫിലെ പ്രവാസികളും ഷെയ്ഖ് സായിദുമായിട്ട് ഞാൻ മരിച്ച സമയത്തെല്ലാം പോയി ഷെയ്ഖ് മഖ്ദൂമ മരിച്ചിരിക്കുന്ന, കാരണം അവർക്ക് നമ്മളോട് കാണിക്കുന്ന ഈ ഇന്ത്യക്കാരോട് കാണിക്കുന്ന അല്ലേ മറ്റേ എല്ലാ രാഷ്ട്രീയക്കാരോടും പ്രത്യേകിച്ച് ഇന്ത്യക്കാരോട് കാണിക്കുന്ന ഒരു കൂറുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഇതാണ്. പക്ഷെ അവർക്ക് വേണ്ടതെന്താ സത്യസന്ധത. അതാണ് അവരുടെ. ഇപ്പൊ ഇന്നിപ്പോ ഈ സുന്നി സെന്ററിലെ മദ്രസന്റെ ഒരു കാര്യം പറഞ്ഞു. 4 കുട്ടികളുമായി തുടങ്ങി ഇപ്പൊ 1600 കുട്ടികളുണ്ട്. നല്ല പുരോഗതിയിലാണ്. നല്ല, കാരണം അവിടെ പഠിച്ച കുട്ടികൾ ഇപ്പം വക്കീലായിട്ടുണ്ട്, പിന്നെ ഡോക്ടറായിട്ടുണ്ട്, എഞ്ചിനീയർ ആയിട്ടുണ്ട്. നല്ല ഉയർന്നു വരുന്ന എൻ്റെ മക്കൾ 3 പഠിച്ചത് അവിടെ തന്നെയാണ്. അതേപോലെ എൻ്റെ അറിയപ്പെടുന്ന കുട്ടികൾ സ്നേഹിതന്മാരുടെ എല്ലാ മക്കളും പഠിച്ചത് അവിടെ തന്നെയാണ്. അവിടെ പഠിച്ച് വളർന്നിട്ട് ഇന്ന് അവിടെ പഠിച്ച മക്കളും അവിടെ പഠിക്കുന്നുണ്ട്. എൻ്റെ മക്കളും പഠിച്ചിട്ടുണ്ട്, എൻ്റെ മക്കളും ഇപ്പോൾ അവിടെ പഠിക്കുന്നുണ്ട്. അതേപോലെ അനവധിയാണ് മക്കളും പാടെ പഠിക്കുന്നുണ്ട്. അത്രയും നല്ല ഇതിലാണ് സുന്നി സെന്റർ പോകുന്നത്. നന്നായി പോകുന്നു. ഇവിടുത്തെ സാംസ്കാരിക മത രംഗങ്ങളിൽ അവാർഡ് വരെ കിട്ടിയിരുന്നു. ഇതിനിടക്ക് ഔക്കാഫിന്ന് ഇത് അവാർഡ് വരെ കിട്ടിയിരുന്നു നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഇതുകൊണ്ട്. 45-ാമത്തെ വർഷമാണ് പ്രവാസം. അപ്പോൾ ഒരു
ഈ പഴയ കാലത്തേക്ക് പോയി 79 UAE ഇപ്പൊ നിങ്ങളുടെ മുന്നിലാണല്ലോ ദുബായ് സിറ്റി ഇങ്ങനെ ഉയർന്നു വന്നത്. അപ്പൊ അന്നത്തെ ഒരു ജീവിതം ഇന്നത്തെ ഒരു ജീവിതം അന്നത്തെ ഒരു കാഴ്ച എന്തായിരുന്നു? ഞാൻ നമ്മുടെ ഗൽദാരിയിലുണ്ടായ സമയത്തെല്ലാം നടന്നിട്ടാണ് ഇതിലെല്ലാം ഫുള്ള് വരുന്നത്. ഇത്ര മണ്ണാണ്, മണലിലേക്ക് കൂട്ടിയിട്ട് നടന്നിട്ട് വരണം. ഇവിടെ നിന്ന് ഒരൊറ്റ ബിൽഡിംഗ് ഈ ഏരിയയിലില്ല. ഈ ഒരു ബിൽഡിംഗ് ഉള്ളത് ഒരൊറ്റ ഒരു ബിൽഡിംഗ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണിക്കാൻ പറ്റുന്നത് നമ്മുടെ ട്രേഡ് സെന്റർ ആയിരുന്നു. അബുദാബിയിൽ നിന്ന് വരുമ്പോൾ കാണുന്ന ട്രേഡ് സെന്റർ. ഇന്നിപ്പം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ബിൽഡിങ്ങുകളും. ഈ എയർപോർട്ട് അന്ന് ഇവിടെ ഉണ്ടോ? ദുബായ് എയർപോർട്ട് നമ്പർ 1 ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്പർ 2 വന്നു, അതിനുശേഷം നമ്പർ 3 വന്നു. ഇതെല്ലാം അതിനുശേഷം വന്നത്. നമ്പർ 1 ആദ്യത്തെ എയർപോർട്ടിലാണ് ഞാൻ വന്നത് തന്നെ. അപ്പം അതിൽ മാറ്റം, വലിയൊരു മാറ്റമാണ് ഉണ്ടായത്. കാരണം ഇവരുടെ എന്ത് കണ്ട് എന്താണോ ഇവർ ഉദ്ദേശിക്കുന്നത് അതെല്ലാം സക്സസ്. നമ്മളെല്ലാം ട്രെയിനെല്ലാം മെട്രോ എന്ന് വരുമ്പോൾ ഇത് ഇങ്ങനെ ആവുമോ എന്നുള്ളൊരു സംശയം അന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് മെട്രോ ഏറ്റവും ടോപ്പ് ബിസിനസ് മെട്രോ ആണ്. അതേ ദിവസം ഇവിടെ ഈ റോഡിൽ ബസ്സൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ 5 റുപ്യക്കാണ് ഇവിടെ നിന്ന് കിസൈസിലേക്ക് ടാക്സിക്ക് പോക്ക്. എൻഗേജ് 5 സോനാപൂരേക്ക് കിസ്. ഇന്ന് അതെല്ലാം ഇവിടത്തെ മാറ്റിപ്പോയി. ഇപ്പോൾ എയർപോർട്ട് ടാക്സി എന്ന് പറഞ്ഞാൽ മറ്റേ ടാക്സി ആയാലും മറ്റേ ട്രെയിൻ മെട്രോ ആയാലും വളരെ പുരോഗതിയാണ്. പക്ഷെ അതിൻ്റെ എല്ലാം മിഖലാസാണ്. ഇവിടുത്തെ ഭരണാധികാരികൾ നമ്മളോട് കാണിക്കുന്നതും ഈ ജനങ്ങളോട് കാണിക്കുന്നതും ഈ ജനങ്ങൾ മറിച്ചു കൊടുക്കുന്നതിൻ്റെ ലക്ഷ്യമാണ് ഇവിടുത്തെ എല്ലാ പുരോഗതിയും. ഇവിടുത്തെ പുരോഗതിയും ജനങ്ങളോട് ഇവർ കാണിക്കുന്നതും അതേപോലെ ജനങ്ങളും അത്തരത്തുണ്ട്. അതിൽ കുറേ ആൾ പൊട്ടിപ്പോയിട്ടുണ്ട്, ഇതായിട്ടുണ്ട്. അവരുടെ മനസ്സിൻ്റെ ഇതുപോലെ വളർന്നതുകൊണ്ട് വലിയ ആൾക്കാർ നല്ലോണം വളർന്നിട്ടുണ്ട്. ഇന്നിപ്പം മിനിയാന്നൊരു ദിവസം ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടു. 50 മലയാളക്കാർ ഇവിടുത്തെ പ്രവാസികൾ മലയാളക്കാർ പല ബിസിനസ്സിലും എവിടെയോ എത്തിപ്പെട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? സത്യസന്ധത നോക്കുക, നന്നായിട്ട് മുന്നോട്ട് പോവുക, ജോലിക്കാരോട് നല്ല കൂറ് കാണിക്കുക. എൻ്റെ അടുത്തെല്ലാം ഇഷ്ടംപോലെ ജോലിക്കാരുണ്ടായിരുന്നു. എനിക്ക് മദീന ഡ്രിങ്ക്സ് വാട്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുണ്ടാകുമ്പോൾ 10-25 ജോലിക്കാർ. ഡോക്ടർ റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആ സ്റ്റാഫിനെ നമ്മൾ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യുന്നു അതുപോലെ ആയിരിക്കുമല്ലോ സ്റ്റാഫ് നമ്മൾ. അപ്പോൾ നമ്മളെ കൂടെ പണിയെടുക്കുന്നത് ഇപ്പം എൻ്റെ അടുത്ത് പണിയെടുക്കുന്ന ആൾക്കാരല്ല, അവരെല്ലാം സത്യസന്ധതയാണ് എൻ്റെ എല്ലാത്തിൻ്റെയും. കാരണം അവരെ നമ്മൾ ആ രീതിയിൽ തന്നെ കാണണം. ഞാൻ ഇന്നും എൻ്റെ ജോലിക്കാരായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ നാട്ടിലായാലും ഇവിടെ ആയാലും എൻ്റെ കൂടെ കൂടും. അത് ആ മുസ്ലിം സഹോദരന്മാരായ എന്തൊക്കെയുള്ള ഏത് ജാതിയും ഇല്ല, മതവും ഇല്ല, രാഷ്ട്രീയം നോക്കൂല. ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ കൂടെ കൂട്ടിയിട്ട് ഞാൻ ഭക്ഷണം കഴിക്കും. ഇന്നിപ്പോൾ ഇവിടെ 5-8 ആൾ ഇപ്പം ജോലി എടുക്കുന്നു. ഇപ്പോൾ ഇവർക്കും ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് കൊണ്ട് കൊടുക്കും. അപ്പം ആ ഇത് എപ്പോഴും നമ്മളെ മനസ്സാക്ഷിയോട് കൂടിയിട്ട് കാണിക്കണം. അത് ഈ അറബികൾക്കുണ്ടത്. അറബികൾ ഉച്ചക്ക് ഏത് സമയത്ത് അവരുടെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു തരത്തിലും ഈ അബ്ദുൽ ഖാദർ ഫദൽ എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൂടെ ഇരുത്തും, നമ്മളെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിപ്പിക്കും. അത് ഇതിൽ എൻ്റെ പണിക്കാരനാണോ ജോലിക്കാരനോ അതൊന്നുമില്ല. അതാണ് ഇവരുടെ പുരോഗതി ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഇവരുടെ പുരോഗതി മനസ്സിലാക്കുന്ന തന്നെ ഇതാണ്. ആ ഒരു ഇതില്ല, മനസ്സിനുള്ളിൽ ഹൃദയത്തിനുള്ളിൽ കറുപ്പ് അതില്ല, തലക്കനമില്ല. അവർ എത്ര പണക്കാരനായി കഴിഞ്ഞാലും ഏതൊരു പാവങ്ങൾ വന്നാലും ഇഫാലിക്കുന്നതിൽ ആദ്യത്തെ ചോദ്യം എന്താ, നീ എങ്ങനെ സുഖമുണ്ടോ? സാഹിബ് ഇവിടെ ഈ ആദ്യകാലത്ത് ഈ ഷെയ്ഖ് റാഷിദിനൊക്കെ ആയിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവരുടെ പാലസിലേക്ക് ഞാൻ പോയിട്ടുണ്ട്. ഷെയ്ഖ് മഖ്ദൂമിൻ്റെ മകൻ്റെ പാലസിലേക്ക് ഞാൻ പോയിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇപ്പോൾ അവിടെ ജോലി എടുക്കുന്നത്. അവരുടെ അടുത്തെല്ലാം പോയിട്ടുണ്ട്. നല്ല ഇതാണ്. അപ്പോൾ മരിച്ച സമയത്തെല്ലാം ഞാൻ ഉണ്ടായിരുന്നു. അവരുടെ ഖബറിടം സ്വർഗ്ഗപുത്ര കൊടുക്കട്ടെ. കാരണം അത്രയും ഈ നാടിനോട് കൂറ് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ പുരോഗതിയാണിത്. പിന്നെ എല്ലാ വർഷത്തിലും മക്കത്ത് പോവുക, ഉംറക്ക് പോവുക, ഹജ്ജിന് പോവുക. അതെല്ലാം ഇവിടെ നിന്ന് കിട്ടുന്ന വാദ്യം എവിടെയും കിട്ടില്ല. അതിനെല്ലാം സ്വാധീനം ഇവിടെയുണ്ട്. ഇവിടെ അതിനെല്ലാം സ്വാധീനം. ഒരു ദിവസം കൊണ്ട് വിസ അടിച്ചിട്ട് ഒരു ദിവസം കൊണ്ട് ഹജ്ജിൻ്റെ വിസ അടിച്ചിട്ട് പോകാൻ പറ്റുന്ന സ്വാധീനമുണ്ട്. നമ്മളെ ക്ലിയർ ആയിക്കണം നമ്മൾ. അതെല്ലാം ഇവിടെ അതിനെല്ലാം സംഗതിയും ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ എല്ലാം ഏതൊരു മേഖലയുമായിട്ടും ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളെ കൂടെയാണ്. ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ നിയമങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ കുറേ ആൾക്കാർക്ക് പല സഹായങ്ങൾ ചെയ്ത സമയം ഞാൻ മനസ്സിലാക്കുന്നത് അവൻ്റെ സത്യസന്ധതയും അവൻ്റെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഇവിടെ വിജയം തന്നെയാണ്. വിജയിച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ നമ്മളെ കച്ചവടക്കാർ നമ്മളെ കൂടെ ഉണ്ടായ എൻ്റെ കച്ചവടക്കാരെല്ലാം ഇപ്പോൾ എത്തിയിട്ടുണ്ട്. വേറെ അതമ്പതിച്ചിട്ടുണ്ട്. താണു പോയിട്ടുമുണ്ട്. ഒന്നും അല്ലാണ്ടായിട്ടുമുണ്ട്. എൻ്റെ കൂടെ ഉണ്ടായ ജോലിക്കാരിപ്പോൾ ഒന്നും ഇല്ലാണ്ട് നാട്ടിൽ വെറുതെ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മളെല്ലാം അൽഹംദുലില്ലാ വളരെ ഇഷ്ടംപോലെ ജീവിച്ചു, നല്ല ജീവിതം കൊണ്ടാടി, നല്ല പുരോഗതിയിലെത്തിച്ചു, ജീവിത മാർഗം ഉണ്ടാക്കി, ജീവിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി, കുട്ടികൾക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസം കൊടുക്കും. ഇവിടുത്തെ ഗവൺമെൻറ് അതിനെല്ലാം അനുകൂലമാണ്. അപ്പോൾ ഇനിയിപ്പം ഈ 4.5 പതിറ്റാണ്ടൊക്കെ തികഞ്ഞ ആൾക്കാർ വളരെ അപൂർവമായിട്ടാണ്. അപ്പോൾ ഇപ്പം ഇവിടെ പുതിയ കുറേ പ്രൊജക്റ്റുകൾ വരുന്നു. ഇപ്പോൾ ദുബായ് മറ്റു GCCയിൽ തന്നെ എടുത്തു നോക്കിയാൽ നമ്പർ 1 ആയിട്ട് നിൽക്കുന്നു. ലോകത്തിൽ തന്നെ പല കാര്യങ്ങളിലും മികച്ച ജീവിത സാഹചര്യമുള്ളത്, മികച്ച പുരോഗതി ഉള്ളത്, അങ്ങനെ പല നിലകളിലും റാങ്കിങ്ങിൽ വളരെ ടോപ്പ് റേറ്റിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പം ഇവിടുന്ന് വളർന്നു വരുന്ന ഈ പ്രവാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊക്കെ നോക്കിക്കാണുന്നത്, നിങ്ങൾ ഈ പഴയ ആളുകൾ ഇവിടെ സൃഷ്ടിച്ചെടുത്തിട്ടുള്ള
ഈ ഒരു പ്രവാസത്തിന്റെ ഇടം. അതാണ് ഇപ്പൊ ഈ പുതിയ ആളുകൾക്കും അവിടെ അവർക്ക് സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. അതെ. അപ്പൊ അവർക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താണ്? ഇവിടെ നല്ല ജോലിക്ക് ഇതെല്ലാം സ്ഥലമാണ്. അധ്വാനിച്ച് ജീവിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സത്യസന്ധം ജീവിക്കുന്നവർക്ക് ഇവിടെ സുഖമാണ്. എവിടെയും കയറി ചെല്ലാം, നമ്മളൊരു പേടിക്കൽ അതൊന്നും വേണ്ട. നമ്മൾ സത്യം ഉണ്ടെങ്കിൽ എവിടെയും പോവാം. നമ്മളെ പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം നമ്മളടുത്ത് ക്ലിയർ ഉണ്ടാവുക. ജോലിക്ക് എവിടെയും കയറി പോകാം. ഇവിടെ ജോലി നമ്മൾ ആദ്യം തന്നെ എൻ്റെ ജോലി എൻ്റെ എഞ്ചിനീയറാണ് ഞാൻ, എനിക്ക് എഞ്ചിനീയർ തന്നെ ജോലി കിട്ടണമെന്ന് പറഞ്ഞാൽ നിൽക്കരുത്. കിട്ടിയ ജോലിക്ക് കയറാം, അവിടെ നിന്ന് എഞ്ചിനീയറിനെ വേണ്ടി പരിശ്രമിക്കുക. കിട്ടുന്ന ജോലിക്ക് കയറാം, അതിനെ കൊണ്ടെന്താവും അവൻ അവിടുന്ന് പുരോഗമിച്ചു പോകും. ആദ്യം കിട്ടുമ്പോൾ തന്നെ ഞാൻ ഇന്ന ആളാണ്, ഞാൻ വക്കീലാണ്, എനിക്ക് വക്കീലിൻ്റെ ജോലി തന്നെ കിട്ടണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. അവർ കിട്ടിയ ജോലിക്ക് കയറിയും കൊണ്ട് അവിടെ നിന്ന് പുരോഗമിക്കാൻ നോക്കുക. അപ്പോൾ അനവധി ആൾക്കാർ, ഞാൻ എൻ്റെ അനുഭവത്തിൽ ഞാൻ പലതും പറഞ്ഞിട്ടുണ്ട്, അവൻ ഏത് ജോലിയാണ് ആദ്യം കിട്ടുന്നത് അതിന് കയറുക, അവിടെ നിന്ന് പരിശ്രമിക്കുക എന്ന് വെച്ചാൽ അറബികൾക്ക് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ സത്യസന്ധതയുണ്ടെങ്കിൽ പിള്ളമാർക്ക് കുട്ടികൾക്ക് ജോലി ഇവിടെ ഉണ്ട്. ഇവിടെ ജോലി ഇല്ലാതില്ല, ഇഷ്ടംപോലെ ജോലികളുണ്ട്, അനവധി ജോലികളുണ്ട് ഇവിടെ. ആ ജോലിക്ക് എടുക്കാൻ നമ്മൾ തയ്യാറാവണം. അയ്യോ അത് 12 മണിക്കൂറാണ് 14 മണിക്കൂറാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ 600 രൂപയ്ക്ക് ശമ്പളം ഞാൻ വെച്ച സമയത്ത് എൻ്റെ ഒരു മാനേജറിന് ഞാൻ 6000 രൂപ ശമ്പളം കൊടുത്തിട്ടുണ്ട്, അവൻ്റെ പുരോഗതി കണ്ടിട്ട്. അപ്പോൾ അവർക്ക് ഫാമിലി അക്കോമഡേഷൻ കൊടുത്തിട്ടുണ്ട്, ഇപ്പോഴും അതുപോലെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് എന്താ, അവൻ അതേ അവസരം ആദ്യം തന്നെ പറഞ്ഞ് 14 മണിക്കൂർ 12 മണിക്ക് ജോലി ഞാൻ പോയി കഴിഞ്ഞാൽ പോയതല്ല, അതേ അവസരം പിടിച്ചു നിൽക്കുന്നത്. ആ പിടിച്ചു നിൽക്കലാണ് എന്നെ സംബന്ധിച്ചോളം ഞാനും അതാണ് ചെയ്തത്. ഞങ്ങൾക്ക് ഭയങ്കര വിഷമവും കഷ്ടപ്പാടും ആദ്യം ഉണ്ടായിരുന്നു, വളരെ കഷ്ടപ്പാടുണ്ടായിരുന്നു ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ വന്നത്. പക്ഷെ പിടിച്ചു നിന്നതുകൊണ്ട് എൻ്റെ അറബി എന്നെ സ്നേഹിച്ചത് കൊണ്ടും ഞങ്ങൾക്ക് നല്ലോണം പുരോഗമിക്കാൻ முடியும். അതേപോലെ അനവധി കേസുണ്ട്, ഒന്നൊന്നുമില്ല, ആയിരക്കണക്കിന് കുട്ടികളെ നമ്മൾ ഈ രീതിയിൽ നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോഴും ചെയ്യുന്ന പണി അത് തന്നെയാണ്. ഏത് മക്കൾ വന്നു കഴിഞ്ഞാൽ വിസിറ്റ് വന്നു കഴിഞ്ഞാൽ മക്കളെ ആദ്യം നിങ്ങൾ നല്ല ജോലി എടുക്കാൻ വേണ്ടി തയ്യാറാവുക. ഏത് കിട്ടിയ ജോലി എടുക്കാൻ തയ്യാറാവുക. നിൻ്റെ ഡിഗ്രി അതായിരിക്കാം, നിൻ്റെ ഡിപ്ലോമ ആയിരിക്കാം, എന്നെ ഏതായിരിക്കാം, പക്ഷെ അതിനെ കാത്തിരിക്കരുത്. കിട്ടിയ ജോലിക്ക് കയറുക, അവിടെ നിന്ന് നിങ്ങൾ പുരോഗമിക്കാൻ വേണ്ടി നോക്കുക. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആവശ്യം.